നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രപതിയെ കളിപ്പാവയാക്കിക്കൊണ്ട് BJP അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ രാഷ്ട്രപതിക്കും അധികാരമുണ്ട് എന്ന് കാട്ടിക്കൊടുക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രാഷ്ട്രപതി ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കും എന്ന് വ്യക്തമാണ്. ആ ഉപാധികൾ BJP ഭയക്കുന്നതല്ല എന്നൊക്കെയാണ് കിരൺ റിജിജു അവകാശപ്പെടുന്നതെങ്കിലും ചില കാര്യങ്ങളിൽ ദ്രൗപദി മുർമുവിന് പിടിവാശി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. രാഷ്ട്രപതിയുടെ ഒപ്പിൻ്റെ ആവശ്യം ബില്ല് നിയമമാക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് പോകുമ്പോഴാണ് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും വഖഫ് നിയമ ഭേദഗതി വിഷയം പാസാക്കിയിരിക്കുന്നു. ലോക്സഭയിൽ 288 MP അതിനെ പിന്തുണച്ചും 232 MP അതിനെ എതിർത്തും വോട്ട് ചെയ്തു. രാജ്യസഭയിൽ BJP വിചാരിച്ചിരുന്നത് 123 MP പിന്തുണ മാത്രമാണ്. അതായത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 119 MP പിന്തുണ മാത്രം മതിയായിരുന്നു വഖഫ് ബില്ല് പാസാക്കിയെടുക്കാൻ. നീണ്ട 14 മണിക്കൂറത്തെ ചർച്ച രാജ്യസഭയിലും 12 മണിക്കൂറത്തെ ചർച്ച ലോക്സഭയിലും നടത്തിയ ശേഷമാണ് ഇരു സഭകളും ഈ ബില്ല് പാസാക്കിയത്. രാജ്യസഭയിലെ 95 അംഗങ്ങളാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഒപ്പുവെക്കാനായി ബില്ല് അയക്കുമ്പോൾ ആ ഒപ്പിട്ട് കിട്ടുന്നതോടുകൂടി ബില്ല് നിയമമാവുകയാണ്. പ്രതിപക്ഷം രാഷ്ട്രപതിയെ കാണാൻ തുനിയുകയാണ്. ഈ ബില്ലിൽ സാരമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. 1923 മുസൽമാൻ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ചർച്ച ചെയ്യാൻ പാർലമെൻറ്റ് ഗൗരവപൂർവ്വം തയ്യാറായില്ല. പലർക്കും സമയം അനുവദിച്ചില്ല. സ്പീക്കർ ഓം ബിർളയുടെ ചില പിടിവാശി ലോക്സഭയിൽ നടന്നു എന്നുള്ളത് വളരെ വ്യക്തം. വഖഫ് നിയമ ഭേദഗതി വിഷയം അതൊരു രാഷ്ട്രീയ ആയുധമാക്കിയെടുക്കാനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി വർഗീയ ധ്രുവീകരണം അതിന് കൃത്യമായി കുടപിടിക്കുന്ന രീതിയാണിപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ മുനമ്പം പോലുള്ള വിഷയങ്ങളെ അതീവ ഗൗരവമായ വിഷയമാക്കി മാറ്റിയെടുക്കാനും അതുവഴി ക്രിസ്ത്യൻ മൈനോറിറ്റിയെ കൂടി ഒപ്പം കൂട്ടാനുമുള്ള BJPയുടെ തന്ത്രമാണ്. KC വേണുഗോപാൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായത് എങ്ങനെ എന്നുള്ളത് ലോക്സഭയിൽ അടിവരയിട്ട് പറഞ്ഞു. ഇന്ത്യയിലേക്ക് മാർപ്പാപ്പ സന്ദർശനം നടത്തുന്ന വേളയിലാണ് VHP എന്ന കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തത്. സംഘപരിവാറിൻ്റെ ഒരു വലിയ പോഷക സംഘടനയാണ് VHP. ആ VHPയുടെ വ്യക്തമായിട്ടുള്ള അവരുടെ അജണ്ടകളെ പൊളിച്ചെടുക്കുന്ന തരത്തിൽ KC നിറഞ്ഞാടുകയാണ് ചെയ്തത്. ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ഒരു ഹിന്ദു വിശ്വാസിയായ തനിക്ക് പോലും ഈ കാര്യങ്ങളിൽ വ്യക്തമായി VHP നടത്തുന്ന സങ്കുചിത ചിന്താഗതി മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. മാത്രമല്ല DMKയുടെ ഒരു MP, നീലഗിരി MP ആയിട്ടുള്ള രാജ, അദ്ദേഹം പറഞ്ഞത് തങ്ങളുടെ പാർട്ടിയിലുള്ളവർ ഇപ്പോൾ പലപ്പോഴായി തിലകം തൊടാറില്ല, അല്ലെങ്കിൽ കുറി തൊടാറില്ല, പ്രസാദം തൊടാറില്ല. അതിന് കാരണമാകുന്നത് സംഘപരിവാർ സംഘടനയിലുള്ളവരെയും മറ്റുള്ള ഹൈന്ദവ വിശ്വാസികളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലായി പോകുമെന്ന് അങ്ങനെ പറയേണ്ടി വരുന്നൊരവസ്ഥയാണ് ഭാരതത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്.